ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആഹ്, എൻ്റെ പേര് നോജിൻ എന്നാണ്. പേര് പിന്നെയും പിന്നെയും റിപ്പീറ്റ് അടിക്കുന്നതിൽ നിങ്ങളൊന്നും വേറൊന്നും വിചാരിക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരെൻ്റെ പേര് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ന്യൂ ഇയർ തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസമായി. ന്യൂ ഇയറിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും കഴിഞ്ഞ വർഷം നന്മയുടെയും നല്ല വർഷമാക്കി തീർത്തതിന് ദൈവമായ കർത്താവിന് നന്ദി പറയാം. അതിനുശേഷം ഈ 2026 മുതൽ അങ്ങോട്ടുള്ള വർഷങ്ങൾ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുമോ അത്രയും നാൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും നമ്മളിലേക്ക് നമ്മളിൽ വന്ന് നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകത്തെ ഒരു ശക്തിക്കും നമ്മളെ തടയാൻ കഴിയില്ല. അതിനായിട്ട് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടത് ഏറ്റവും വലിയ ഒരു കാര്യം എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത വിശുദ്ധിയാണ്. അസൂയ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മാത്സര്യം ഇതൊന്നും നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തെ പവിത്രമാക്കുക. മറ്റുള്ളവരോട് സൗമ്യതയോടെയും അവരെ കേട്ടിരിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മൾ കീപ്പപ്പ് ചെയ്യാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. നമ്മളിൽ ഒരു പ്രകാശം വന്നുദിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തൈ നട്ടാൽ മാത്രം മതിയാവും. പിന്നെ അത് വേര് പിടിച്ച് തന്നെ ഫലം കഴിക്കാനായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ ജീവിതം മാറും. അതേപോലെയാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ വേരുകൾ പോലെയാണ്. നല്ല കാതലുള്ള മരങ്ങൾക്ക് അടിയിലേക്ക് വേരുകളില്ലെങ്കിൽ ആ മരം മറിഞ്ഞു വീഴും. അതുകൊണ്ട് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന്, ദൈവമാണ് നമുക്ക് വളരാൻ വേണ്ട എനർജി എല്ലാം നൽകുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും പരിശ്രമിക്കാം. ഈ ഒരു വർഷം നന്നായി വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. താങ്ക് യു.